ഇപ്പോൾ ഇതുണ്ടല്ലോ, ഒരു ചെറിയ പച്ചക്കറി പരിപാടിയാണ്. കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്. ഈ പച്ചമുളകും തക്കാളിയൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഞാൻ കാണിക്കാവേ. ഉണ്ടോ, എല്ലാ എരിയുള്ള പച്ചമുളകാണ്. ഒരു മീൻതോരനൊക്കെ രണ്ടെണ്ണം ഇട്ടാച്ചാൽ മതി. ഈ ചട്ടി ഉണ്ടല്ലോ, കൃഷിഭവനിൽ നിന്ന് തന്നാണ്. പ്രത്യേകിച്ച് വളമൊന്നും ഇട്ടിട്ടില്ല. ഇങ്ങനെയുള്ള ഇടുന്ന ഉള്ളിയുടെ തൊലിയും കഞ്ഞിവെള്ളവും ഒക്കെ ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കും. നിങ്ങൾ ഒഴിക്കുമ്പോൾ ഡൈല്യൂട്ട് ചെയ്ത് വേണം ഒഴിക്കണേ, അല്ലാതെ തിക്കായിട്ട് ഒഴിക്കരുത്. ഇത് ഒരു പച്ചമുളക്. ഇത് പിന്നെ ഉണ്ടല്ലോ വെണ്ട ആയി വരുന്നുണ്ട്. എൻ്റെ തഴച്ച വളരുന്നത് കണ്ടോ. വെണ്ടയ്ക്ക് ഞാൻ അതുപോലെ തന്നെ സാധനങ്ങളിട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇതും ഉണ്ടോ, പച്ചമുളക് കിടക്കാച്ചയായിട്ട് നിൽക്കുന്നു. പറിക്കാൻ മടി തോന്നും എനിക്ക്. കാണാൻ എൻ്റെ രസത്തിന് വെച്ചേക്കുക. ഇത് വഴുതനങ്ങയാണ്. ഇത് കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ഉണ്ടല്ലോ, പിന്നെ വെള്ളം ഒഴിക്കാൻ മറന്നുപോയേ. എന്നിട്ട് വൈകുന്നേരം വന്നപ്പോഴേക്കും ഉണ്ടല്ലോ മുഴുവൻ ഇത് ചത്ത് നിൽക്കുമായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ആയപ്പോഴേക്കും ഉണ്ടല്ലോ ഉയർത്തെഴുന്നേറ്റ്, എല്ലാവരും ഉയർത്തെഴുന്നേറ്റ്. ഇതേ നിൽക്കുന്നു വഴുതനങ്ങ. ഇതുണ്ടോ, ഇത് പോയി, ഒരെണ്ണം പോയതായത്. ഇത് വെണ്ടയ്ക്കാണ് ആയി വരുന്നത് കണ്ടോ. ഇത് ചെറിയ മുട്ടിട്ട് വരുന്നുണ്ട്. വഴുതനങ്ങയാണ് ഇത്. പിന്നെ വേറെ ഒരു സാധനം അത്യാവശ്യമായിട്ട് കാണിക്കേണ്ടതുണ്ടല്ലോ. ഇതുണ്ടോ, ഇതും കൃഷിഭവനിൽ നിന്നാണ്. പക്ഷേ ഇത് കുറേ നാളായി ഇത് കായ്ക്കുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്നു. പക്ഷേ വന്നപ്പോഴേക്കും കണ്ടോ ക്യാപ്സിക്കം ആ സാധനം. ഇതുകൊണ്ട് ഒരെണ്ണം അതേ കിടക്കുന്നു. ഇതേ വേറെ ഒരെണ്ണം. എനിക്ക് മടിയാണ് പറിക്കാൻ, കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഒടിഞ്ഞു പോകുമെന്ന് തോന്നുന്നു ഇതിൻ്റെ വെയിറ്റ് കൊണ്ട്. 3 ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ പൂക്കളൊക്കെ ഇട്ട് വരുന്നുണ്ട് അതേലായിട്ട്. നമ്മുടെ ക്യാപ്സിക്കം കൂട്ടനാണ്. ഇതാണ് ആദ്യമേ കായ്ച്ചതാണ്. ഇത് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് പച്ചമുളക്. തരാം എൻ്റെ കൂട്ടിന് ഒരു ചെറിയ ചീരയും കൂടെ ഞാൻ വെച്ച് കൊടുത്തതാണ്. അത് നമ്മുടെ തക്കാളിയായി വരുന്നുണ്ട്. ഇതുകൊണ്ടോ കറ്റാറ് വാഴപ്പോള. ഇതുകൊണ്ട് ഒത്തിരിയും തൈകളും സാധനങ്ങളും ഒക്കെ ഉണ്ട്. ഇത് വേറെ ഒരെണ്ണം പച്ചമുളക് വഴുത് നിൽക്കുക. ഇത് തക്കാളിയായി വരുന്നത്. ഇതൊരു വലിയ ചീരയത്. ഇത് വെണ്ട. ഇതും വെണ്ട. ഇത് വഴുതനങ്ങ.